my god, dude. Nice. Guys, ഇതാണ് തണ്ടർ ബേ ഫോൾസ്. തണ്ടർ ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ഇത് ചുമ്മാ ഫോളാ. നീയോ തുടച്ചോളഞ്ഞോ? ബിയറിനകത്ത് സ്ട്രോ ഇട്ടിരിക്കുന്നു മമ്മി. സ്റ്റാച്യു. Good morning, guys. While I'm getting abused by my mother-in-law, we are taking a getaway. Saturday. Allow me recording. For a weekend getaway as a family. We are headed 146 miles away from Des Plaines, to be specific. നമ്മള് എല്ലാരും ഗലീനയിലോട്ട് പോകുക. ഗലീന is a old town in northwest Illinois and it's known for its 19th century buildings. അപ്പോൾ നമ്മൾ ഇല്ലിനോയിലായിട്ട് ആരും ഇതുവരെ അവിടെ പോകാത്ത ഒരു സ്ഥലം. And tomorrow is my birthday. ഇന്നൊരു ചെറിയൊരു മിനി റോഡ് ട്രിപ്പിന് പോകാന്ന് ഓർത്തു. So we are on our way and we should be there in 2 hours and 18 minutes. Plan is to drive, go through the scenic city, spend some quality time. Nala Anina's birthday aanu, and she doesn't like spending it at home, so see you guys on the way. നമ്മള് നേരെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചെസ്നട്ട് റിസോർട്ടിലോട്ടാണ്. സോ ദേ ഹാവ് ലൈക്ക് റൈഡ്സ്, സിപ്പ് ലൈനിങ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പം അത് 10 മണിയാകുമ്പോൾ തുറക്കുന്നത്. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കറക്റ്റ് ടൈമാണ്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ദെൻ വിൽ ബി എക്സ്പ്ലോറിംഗ് ദ മെയിൻ സ്ട്രീറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഓൾ ദാറ്റ്. ഓക്കെ. So, Mummy, how do you feel about the road trip today? ഒന്നും കണ്ടിട്ടില്ല, ഇതെല്ലാം വ്ളോഗിൽ പോകും. സോ മമ്മി, Papa, you feel like it's a good weather today? Yes. Good, yeah. Thank you. this will go in the video. Mini. My mom usually doesn't speak much on the road trip, but she's happy, I feel. Ice on the road. Guys, നമ്മള് ഗ്യാസ് അടിക്കാൻ പോവാ and we took this exit. It looks like an old city. If you look here, these houses are so different. Like it's so beautiful. ഈ ഷെല്ലി വരാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് എക്സിറ്റ് എടുത്തത്. ഒരു വില്ലേജ് ആണ് ചെറി വാലി, എസ്റ്റാബ്ലിഷ്ഡ് 1835. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത് കാണാവോന്ന്. ഭയങ്കര ഇങ്ങനെ ഒരു കുഞ്ഞു ടൗൺ, അങ്ങനെ ഒത്തിരി ആൾക്കാരും ബഹളമൊന്നുമില്ല. ഇറ്റ്സ് ക്വയറ്റ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഗ്യാസ് അടിക്കുക വണ്ടിക്ക്. ഇനി ഐ തിങ്ക് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ എത്തും തോന്നുന്നു. എവരിബഡി ഓൾ സെറ്റ് ടു ഗോ? ഒരു കടിയൊക്കെ മേടിച്ചു. എന്നാ പിന്നെ നീ മേടിച്ചേ? മുട്ടായിരുന്നു. ഓൾ സെറ്റ്? ലെറ്റ്സ് ഗോ. ഓക്കെ. ഞങ്ങൾ ഇവിടെ മെക്ഡോണൽഡ്സിൽ ഒന്ന് പിറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഹായ് മിനി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചെസ്നട്ട് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ 25 മിനിറ്റ്സിലെത്തും. സോ വി ആർ നോട്ട് ആക്ച്വലി ഗോയിങ് ടു ദ ഗലീന സിറ്റി. ഗലീന തന്നെയാണ്, പക്ഷെ നമ്മൾ ആക്ച്വൽ സിറ്റിയിലോട്ടല്ല പോകുന്നത്, ഈ ചെസ്നട്ടിന്റെ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. സോ ഈ നമ്മളിപ്പോൾ ലോക്കൽ അടുത്താണ് പോകുന്നത്. ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ലൈക്ക് ഒത്തിരി കാണാനുള്ള ലൈക്ക് ഫുൾ ഫാം, അഗ്രികൾച്ചറൽ ബന്ധപ്പെട്ട ഏരിയ ഒക്കെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് തോന്നുമല്ല, ആണ്. അപ്പം റോഡൊക്കെ ആണെങ്കിലും കുറേ അപ്പ് ഹില്ലും ഡൗൺ ഹില്ലും, ലൈക്ക് ഇറ്റ്സ് എ ഫൺ ഡ്രൈവ്. ഫോണിൽ ഈ ഓരോ സ്ഥലങ്ങളിലെ ഭംഗി വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മി പറയുന്ന ഈ കാണുന്ന പുല്ലും ഈ രമണീയമായ സൗന്ദര്യം കേട്ട് മമ്മിക്ക് സ്വിറ്റ്സർലാൻഡ് പോലെ തോന്നുവാണ് മിനിമോൾ പറയുന്നത്. ആണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാം, പാവങ്ങളുടെ സ്വിറ്റ്സർലാൻഡ്. യുനോ ഇവിടെ അത്രയും തോന്നിക്കുന്നില്ല. ബട്ട് ഞങ്ങൾ വന്ന ചില ഭാഗങ്ങളിൽ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ 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 ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മൾ ചെസ്നട്ട് മൗണ്ടൻ റിസോർട്ട് എത്തിയിരിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് തിരിയുകയാണ്. ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഹിയർ. 2 മിനിറ്റ്സും കൂടി ഉണ്ട്. 2 മിനിറ്റ്സും കൂടെ എത്താൻ നമ്മളോട്. അപ്പം ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടൊക്കെ ലുക്സ് ലൈക്ക് എവറിബഡി ഈസ് ഹിയർ. ഇതാണ് ഈ ചെസ്നട്ട് റിസോർട്ട്, ഹോൾ റിസോർട്ട്. അപ്പം ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം വരാൻ പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവാം.
ഈ സാധനത്തിലാണ് ഞാനും അഭിനും പോകാനിരിക്കുന്നത്. ആൽപൈൻ ഫ്ലൈ, പിന്നെ കേബിൾ കാർ ഉണ്ട്, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ആൽപൈൻ റൈഡിൽ കയറാനുള്ള ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇത് താഴോട്ട് നമ്മൾ പോയിട്ട് ഇതിൽ ഇവർ തിരിച്ചു കൊണ്ടുവരുന്നത്. സോ ഈ സാധനത്തിലാണ് ഞങ്ങൾ ഇരുന്ന് പോകുന്നത്. എക്സൈറ്റഡ്? ഇതിനെ റിസ്ക് ഒക്കെ ഉണ്ട്. ആരും ലെറ്റ്സ് ഗോ. പിള്ളേരൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ പോകാൻ പോവാണ് ഗായ്സ്, പോകാൻ പോകുകയാണ്. സോ ഇതിലാണ് ഗൈസ് ഇപ്പം ഞങ്ങളിങ്ങനെ വന്നത്. ആൻഡ് ഞങ്ങളിനിപ്പം ഇതിൽ കയറി മേളിലോട്ട് പോകും. ഓക്കെ, ഞങ്ങളടുത്ത ഈ കേബിൾ കാർ അല്ലടാ ഇത് ചുമ്മാ കേറ്റം. ഞങ്ങൾ ഇതിൽ എല്ലാം മേളിലോട്ട് കൊണ്ടുപോകും തിരിച്ച്. ഇതിലാണ് ഗൈസ് ഞങ്ങൾ വന്നത്. ഇനി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് തുടച്ചോളഞ്ഞോ എന്നത് നിന്റെ മൂഞ്ചിപ്പോയാലും മാക്സിമം നീ ഈ അറ്റങ്ങളിൽ ലാൻഡ് വിട്ടുപോയി കഴിഞ്ഞാലോ തീർന്നു. ഓ, ഇത്ര സ്പീഡ് വരാമോ? ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ല ഗൈസ് വന്നത്. എന്റെ സാധനം നീങ്ങുന്നില്ലായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ കൂടുതൽ പുഷ് ചെയ്യാത്തോണ്ടായിരിക്കും. എന്റെ പുറകിലുള്ള പയ്യൻ എന്നോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ക്യാൻ യു പ്ലീസ് ഹറി? ഞാൻ പറഞ്ഞു ഐം ട്രൈങ്. ബിക്കോസ് എൻ്റെ ഒരു കൈ ഫോണാണ്, ഒരു കൈ ഞാൻ ഈ സാധനം ഒന്ന്, എൻ്റെ പേടി ഇത് ചെരിഞ്ഞും മറിഞ്ഞ് ഞാൻ വല്ല പറമ്പിൽ കിടക്കുമെന്നായിരുന്നു എൻ്റെ പേടി. ബട്ട് ഐ മേഡ് ഇറ്റ് ഗൈസ്. താങ്കൾ ഒരു പോക്കങ്ങ് പോയതുകൊണ്ടല്ലോ. എങ്ങോട്ടായിരുന്നു? അങ്ങ് ദൂരെ നിന്ന് പപ്പായും മമ്മിയും ദേ വരുന്നു. എങ്ങോട്ട് പോവാ? താഴെ എന്റെ പിന്നെ തിരിച്ച് കറങ്ങി വരും. ബൈ. താഴെ നല്ല വെയിലുണ്ട് കേട്ടോ. This is called the Soaring Eagle. Zip lining ആണ് pretty much. ഇത് അങ്ങ് ദൂരെ വരെ പോകും, പക്ഷെ ഇരുന്ന് വരാതെ സിപ്പ് ലൈനിങ്. സോ പപ്പായും മമ്മിയും കേബിൾ കാറ് കയറിപ്പോയി. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത റൈഡൊക്കെ ആണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദം. ഞങ്ങൾ ഇതൊരു റിസോർട്ടിൻ്റെ അടുത്തോട്ട് പോയില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കുക. ജസ്റ്റ് സീ വാട്ട്സ് ഇൻസൈഡ്. ക്യൂരിയസ്. പപ്പായും മമ്മി ഇതുവരെ എത്തിയിട്ടില്ല, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അഭിനെ ഒന്ന് കാണിച്ച നിന്റെ കളർഫുൾ സാധനം. ഈ റിസോർട്ടിൻ്റെ അകത്താണ് ഞങ്ങളിപ്പം. ഇങ്ങനെ പല പല, ഇത് റെസ്റ്റോറൻറ്റ്, ഇവരുടെ ഇത് ലോബി. സോ ഗൈസ്, നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഈ ഡിസ്റ്റിലറിയിലാണ്. അപ്പം ഇവിടെ ഇനി അടുത്ത 30 മിനിറ്റ്സിലൊരു ടൂർ അവർ തരും. അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ എല്ലാം പറഞ്ഞു തരും. വാശിയേറിയ മത്സരം ആണ് മിനിമോൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. ഒരാഴ്ച ഇട്ടോ? ഓക്കെ. അമ്മ ഓൾമോസ്റ്റ് ആ ഹുക്കിൽ ഇത് വീഴ്ചു എന്നാണ്. Oh my god, dude, nice. അങ്ങനെ അന്നയുടെ തേർഡ് സ്വിംഗിലാണ് അന്ന ഇട്ടേക്കുന്നത്. ഓക്കെ അബിൻ, ലെറ്റ്സ് ഗോ. ഓൾമോസ്റ്റ്. ഇച്ചിരി കൂടി ശക്തി, ഇച്ചിരി കൂടി ശക്തി. അബിൻ ഇതാ ഇട്ടിരിക്കുന്നു, പപ്പ ഇതാ ട്രൈ ചെയ്യുന്നു. ഓക്കെ, കം ഓൺ പോപ്സ്. പപ്പ ഇവിടെ ടാക്ടിക്സ് ഒക്കെ നോക്കി അറിയാൻ
Almost. ആഫ്റ്റർനൂൺ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ബ്ലോം ബ്രദേഴ്സിന്റെ ഡിസ്റ്റിലറി ഒന്ന് വിസിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ടൂർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അഭാഗ്യവശാൽ അത് അടുത്ത 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടിണ്ടായിരുന്നു. അപ്പോൾ അനിയനിക്ക് ഭയങ്കര വിശപ്പ് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവരുടെ 2 ഐറ്റം അടിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അതേതാ സ്ഥലം? എന്തോ Thunder Bay Falls. Thunder Bay Falls. Just water falls. Easy, man. What did you say? It's the Blom Brothers. ഞങ്ങൾക്ക് ആദ്യമേ പേര് പറയാൻ പാടായിരുന്നു, പക്ഷെ അവരുടെ സാധനം അടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് ഇപ്പം പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്ലോം ബ്രോസ്. ചേട്ടനന്മാർ നടത്തിയ യെസ് 2 brothers just made a Guys, everybody is drunk, I guess. Dude, you cannot drive if you're drunk. So I'm not drunk. They are drunk. അവൾക്ക് ഇറങ്ങിയിരിക്കുക. Anyway, so we are leaving here. We'll see you at the falls now. Thank you. All right. Bye. Guys, ഇതാണ് തണ്ടർ ബേ ഫോൾസ്. തണ്ടർ ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ, ഇത് ചുമ്മാ ഫോളാ. Guys, നമ്മള് തണ്ടർ ബേ ഫോൾസിനോട് വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോ അങ്ങോട്ട് നടക്കുക. ഇവിടെ ആ പാട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിന് ഇത് കണ്ടിട്ട് ഭയങ്കര പുച്ച. എനിവേ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. ഇവർക്ക് ഈ വാട്ടർഫോൾസ് ഭയങ്കര പുച്ഛമാണ്, കാരണം ഒത്തിരി വെള്ളം ഇല്ല എന്ന് പറഞ്ഞ്. Guys, ഇതാണ് ഇവിടുത്തെ തണ്ടർ ബേ ഫോൾസ്. സോറി മിനിമോൾ, എനിക്ക് ഈ ബൊക്കെ തന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. താങ്കൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തല്ലോ. താങ്ക് യു. Alright guys, we're driving through Galena here. This is the Spring Street. The main street runs parallel, I believe. I could be wrong, but as you can see, the buildings here, the houses here are pretty old, 200 years, dating back 200 years. ചുമന്ന റോഡ്. And the red roads too, right? So Galena is known for its historic significance. As you can see, it's clearly evident on the buildings here. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇച്ചിരി ലേറ്റ് ആണ്, but that's fine because there's a good Mexican restaurant at the end of this road. നമ്മൾ ലഞ്ച് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് ലോസ് എസ്റ്റേക്കാസ്. മമ്മി അവിടെ പൂക്കളുടെ പുറകെ വിളിച്ചിരിക്കുന്നു. മമ്മി വിശക്കുന്നുണ്ടോ? മെക്സിക്കൻ ഫുഡ് കഴിക്കാൻ കൊതിക്കുന്നുണ്ടോ? മുടിയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടല്ലോ. ഇതെല്ലാം യൂട്യൂബിൽ പോകുമ്പോൾ മമ്മി ഫേമസ് ആണെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊന്നും കട്ട് ചെയ്യുന്നല്ല ഗൈസ്. സ്പാനിഷ് ഫോർ എൻട്രൻസ്. ആണോ? അറിഞ്ഞില്ല. അഭിനയ്, നമ്മൾ എന്താണ് മേടിച്ചത്? ഇത് അഭിനയ് പ്ലീസ്. ഇത് അമിഗോ സ്പെഷ്യൽ. അതെ, ഇത് നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ തന്നെ മസാല കൂട്ടം ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നേക്കുന്നത്. കൊറോണറീത്ത എന്ന് വിളിക്കപ്പെടുന്ന കൊറോണറീത്ത. അതായത് ബേസിക്കലി മാർഗരത്തിലോട്ട് ഒരു കുറഞ്ഞങ്ങ് മാർക്ക്. ഇത് നമ്മളെ മറയ്ക്കും ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക്. ബേസിക്കലി അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എനിവേ, ഇത് നല്ലൊരു ക്യൂട്ട് ഡ്രിങ്ക് ആണ്. ഫാമിലി എല്ലാവർക്കും ഇടപെടാം, കുടിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് നാച്ചുറൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉടനെ അടുത്ത് വരും മിക്കവാറും. നമ്മൾ റെക്കോർഡ് ബ്രേക്കിംഗ് ടൈം നമ്മൾ തീർക്കാൻ പോവാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല. ഒരു മെക്സിക്കൻ വൈബ് ഉണ്ട്. സോ ഗൈസ്, ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. നീ അന്നേ തരില്ലായിരുന്നു. ഞാൻ ചോദിച്ചോ? ആ ചിപ്സ് ഒന്ന് തീർക്കൂലോ. അടുത്ത പപ്പ ട്രൈ ചെയ്യാൻ പോവാണ്. അവരിപ്പം വിളിക്കും. പപ്പയ്ക്ക് ഉപ്പ് കൂട്ടി കുടിക്കണം എന്ന് പറഞ്ഞു. പപ്പ അടിപൊളി. ഉപ്പ് എത്ര അതിന് നീ ട്രൈ ചെയ്യും. ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ കുടിക്കണ, നീ കുടിച്ചു. മമ്മിക്ക് ട്രൈ ചെയ്യണം. ബിയർ മാത്രം മതി. ബിയറിനകത്ത് സ്ട്രോ ഇട്ടിരിക്കുന്നു മമ്മി. അപ്പൊ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കട്ടെ. ആൾക്കാർ ബുറിഡോ പോ അബിൻ വോട്ടി ചിക്കൻ സം ചിക്കൻ സംതിങ് അല്ലേ? Pollo de Azteca. അത് തന്നെ.
Okay. ഈ കാണുന്നതാണ് the beautiful Galena street. Okay, the main street. All these buildings here are years old. ഇതിലെ നടക്കാനൊക്കെ നല്ല രസമായിരിക്കും. So we are trying to find a parking so we can park and walk through the street. സോ ഗൈസ്, ഈ പള്ളി 18th സെഞ്ച്വറിയിലുള്ള ഒരു പള്ളിയാണിത്. വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന അബിൻ. ന്യൂജൻ യേശുക്രിസ്തുവിനെ കാണണമെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ന്യൂജൻ. ഇതെന്നാ സ്റ്റാച്യു. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കാണണ്ട കേട്ടോ. അപ്പൊ താഴെ അവിടെയൊക്കെ പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മേളിലോട്ട് കയറി ഇവിടെ പാർക്ക് ചെയ്തു. ജസ്റ്റ് എക്സ്പ്ലോറിംഗ് ദ സ്ട്രീറ്റ് ഹിയർ. മഴ പെയ്യുന്നു, ഞങ്ങൾ തിരിച്ചു റൂമിൽ പോകുന്നു. ഇനി മഴ പയ്യെ കുറഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങുന്നുള്ളൂ അല്ലെ പിന്നെ. സോ ഗായ്സ്, ഇവിടെ ഭയങ്കര മഴയാ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് മഴയൊക്കെ എൻജോയ് ചെയ്യുന്നു. ഇന്ത്യയിൽ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആയി. അവിടെ ഇപ്പോൾ July 6th ആയി. ഇവിടെ ഇപ്പോഴും July 5th വൈകിട്ടാണ്. അപ്പം എല്ലാവരും ചെറിയ നാപ്പൊക്കെ എടുത്തു. ഞങ്ങൾ ഇനി പയ്യെ ഒന്നുകൂടെയും ഈ ഗലീനയുടെ സിറ്റിയിലോട്ട് ഡൗൺ ടൗണിലോട്ട് പോയാലും ചിന്തിക്കുക. കാരണം ഞങ്ങൾ ആദ്യം പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. കിട്ടിയാലും ഇറ്റ് വാസ് ടു ഫോർ. അപ്പം മഴയുടെ ഒരു കോളും ഉള്ളതാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് പോയി. ഇവിടെ നല്ല മഴയായിരുന്നു, കുറച്ച് ഭയങ്കര നല്ല മഴയായിരുന്നു. സോ മഴയൊക്കെ പെയ്ത് പോയി. അപ്പം ഞങ്ങൾ വയ്യ ഓർത്ത് ഇനിയിപ്പം വെയിലും ഒക്കെ ഒന്ന് പോയ സ്ഥിതിക്ക് നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഗലീനയുടെ ഡൗൺ ടൗണിൽ പോകാമെന്ന് ഞങ്ങൾ ഓർത്തു. റെസ്റ്റോറൻറ്റ്സ് എന്തെങ്കിലും ഓപ്പൺ ഉണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ അറിയാം. സോ വി ഗോണ എക്സ്പ്ലോർ മോർ നൈറ്റ് ലൈഫ്. ഹേ ഗൈസ്, അപ്പം ഞങ്ങളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇറ്റ്സ് വെരി ക്വയറ്റ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. എല്ലാവരും ഇവിടെ 8 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും തോന്നുന്നു. ഇവിടെ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു രാത്രി. അപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് പാർക്ക് എന്നൊരു പാർക്കുണ്ട്. ഞങ്ങൾ അവിടെ വന്നേക്കാം. ചുമ്മാ ഇതിലേക്ക് ഒന്ന് നടന്ന് എൻജോയിങ് ദ നൈറ്റ് വാക്ക്. ഈ ഗ്രാൻഡ് പാർക്കിന്റെ അകത്ത് ഞങ്ങൾ കയറി. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഹായ് മിനി. ഹായ് ഹായ്. ട്രെയിൻ പോകുന്നതാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. എനിവേ, ഈ കാണുന്നതാണ് ദ ഗലീന ഡൗൺ ടൗൺ. ഞാൻ പറഞ്ഞ മെയിൻ സ്ട്രീറ്റ് ഇതാണ്. ലൈക്ക് ഓൾ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. ഇതൊരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിടക്കുന്ന. എത്ര പേര് വേണമല്ലോ ഓപ്പറേറ്റ് ചെയ്യാൻ. അങ്ങ് വിദൂരതയിൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന അബിൻ. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കുവാണ്. ദിസ് ഇസ് ദ ഗലീന മെയിൻ സ്ട്രീറ്റ്. അപ്പം ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇറ്റ്സ് ഓപ്പൺ അൺടിൽ ലൈക്ക് മിഡ്നൈറ്റ്. അപ്പം ഞങ്ങൾ അവിടെ പോയി കഴിക്കാൻ തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റോറുകളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓൾഡ് ബിൽഡിങ്സ് ആൻഡ് യു നോ വാട്ട് നോട്ട്. ബ്യൂട്ടിഫുൾ. സോ ഇന്ന് രാത്രി ഇവിടെ നിന്നാണ് നമ്മുടെ ഡിന്നർ. ഗലീന ടാപ്പ് ഹൗസ്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ചിമിച്ചുറി വിങ്സും ഫ്രൈഡ് ക്യാറ്റ് ഫിഷ് ആൻഡ് ചിപ്സ്. ഒരു ഗ്യാസ്ട്രോ പബ്ബിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പബ് ഗ്രബാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ അവർ സെർവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ് പ്രസൻറ്റേഷൻ. നമുക്ക് കഴിച്ച് നോക്കാം. ഫീഡ്ബാക്ക് അനീന പറയുന്നതായിരിക്കും. താങ്ക് യു. So guys, this is like a haunted house tour. ഈ ടൂർ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അവിടെ ലൈൻ നിൽക്കുമായിരുന്നു. It does look haunted. ഉണ്ടാകൊക്കെ ഈ സ്ഥലം തന്നെ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഹോണ്ടഡ് ലുക്കാ, ലൈക്ക് ഒരു ഫീലും ഉണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഗലീനാസ് ഓൾഡസ്റ്റ് ഹൗസ്. ഇന്നലെ രാത്രി ഗലീനൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പ്രിറ്റി മച്ച് ഗലീന മൊത്തത്തിലൊന്ന് കവർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ രാവിലെ 9 മണിയായി സമയം. വി ആർ ഹെഡിങ് ബാക്ക് ടു ഷിക്കാഗോ.
നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ക്വിക്ക് 1 day ട്രിപ്പ്. അല്ല ആട്ടുതൊട്ടിൽ പാട്ടാമി അമ്മ അടിച്ചു മാറ്റം. അനീന ഇത്ര പഴയ പാട്ടൊന്നും എനിക്ക് പറ്റത്തില്ല, നീ ഒന്ന് മാറ്റിക്കേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Ciao.